തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നാട് ദേശപ്പോര്. ഒളിമ്പിക്സും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് തിരുവനന്തപുരം ഒളിമ്പിക്സ് വേദിയാകുമെന്ന BJP പ്രകടന പത്രികയാണ്. ഒളിമ്പിക്സിന്റെ വേദി വാഗ്ദാനത്തെ CPM നേതാക്കൾ പരിഹസിച്ചു. 2036 BJP കേരളത്തിൽ ഉണ്ടാവില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കേൾക്കാം. 2036 കേരളത്തിൽ ഒളിമ്പിക്സ് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് BJP പ്രകടന പത്രികയിൽ 36 BJP ഉണ്ടാവുമെന്ന് നോക്കിയാൽ മതി. ഒളിമ്പിക്സിൻ്റെ സ്ഥലം തീരുമാനിക്കുന്നതും ഒളിമ്പിക്സ് എങ്ങനെയാണ് നടത്തുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള സാമാന്യ വിവരം ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ടത്തരം പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റാഹിസ് റഷീദുണ്ട്. റാഹിസ് റഷീദ്, രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു ട്രോള് കൂടിയാണോ ഇട്ടത്? ഈ ഒളിമ്പിക്സ് നഗരം എന്നുള്ളത് ട്രോളായി മാറുമോ? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ BJP പുറത്തിറക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടന പത്രികയിൽ വമ്പിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ കുറച്ചുകൂടി കൗതുകം നിറഞ്ഞ ചില വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് നൽകി. അതാണ് 2036 രാജ്യത്ത് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരം അതിൻ്റെ ഒരു വേദിയാക്കും എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതിനെതിരെ പരിഹാസം നിറഞ്ഞ മറുപടിയുമായി CPIM നേതാക്കൾ രംഗത്ത് വന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് 2036 BJP കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പോലും ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ ഒളിമ്പിക്സ് നടത്താൻ കഴിയും എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. വി ശിവൻകുട്ടി CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയാണ്. അദ്ദേഹം പറയുന്ന കാര്യം, ഇത്ര വലിയ മണ്ടന്മാർ വേറെ ഇവിടെ ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. റാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.